എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. ഇതിപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിന് താഴെ ആ പാർക്കിംഗ് ഏരിയയിൽ നിന്നിട്ടുള്ള ഒരു 31st നൈറ്റിൻ്റെ സീനാണ്. ഇപ്പോൾ ഇവിടെ ആ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ദുബായിലുള്ള ഒരുവിധം സ്ഥലങ്ങളിലുള്ള ഫയർ വർക്ക്സൊക്കെ കാണാൻ പറ്റും. ഇതാ JBR അറ്റ്ലാന്റിസ് സൈഡിലുള്ള ആ ഒരു ഫയർ വർക്ക്സ് ആണിത്. പിന്നെ കുറച്ച് ദൂരെ ബുർജ് ഖലീഫയിലെ ഫയർ വർക്ക്സും കാണാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞങ്ങളങ്ങനെ 31st നൈറ്റ് അങ്ങനെ പുറത്തങ്ങനെ കറങ്ങാനൊന്നും പോകാറില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ കുറച്ചൊരു 10-15 മിനിറ്റ്സ് മുന്നേ വന്ന് സ്ഥലം പിടിച്ച് ഇവിടെയാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ നിന്ന് ഫയർ വർക്ക്സ് കാണാറത്. ഇത് അവിടെ ബുർജ് ഖലീഫയിലെ ഫയർ വർക്ക്സും കാണാം. അപ്പോൾ ഫയർ വർക്ക്സ് എല്ലാം കണ്ട് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കഥയൊക്കെ പറഞ്ഞ് കിടന്നപ്പോൾ തന്നെ മണി 4 ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. ഇപ്പം മണി 9 നേരത്തെ എണീറ്റു. അപ്പോൾ ഒരു ചായ, ഒരു കട്ടൻ ചായ അടിച്ചിട്ട് മെല്ലെ പണി തുടങ്ങാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 1-ാം തീയതി അല്ലേ, അപ്പോൾ ചായയൊക്കെ അടിച്ച് ചെറുതായിട്ട് മെല്ലെ 1-ാം തീയതി ആയിട്ട് വീട് നല്ല വൃത്തിയായിരിക്കണമല്ലോ, അപ്പോൾ മെല്ലെ ഒന്ന് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഒരു കാര്യം കാണിക്കാൻ മറന്നത്, ഞങ്ങളുടെ ബെഡിന് നേരെ മേലെ ആ ഒരു വാളിൽ ചെയ്തതാണ്. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെയ്തതാണ്. ക്യാൻവാസിൽ മോളുടെ ആ ഒരു ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട് അതിലെല്ലാവരും ബർത്ത്ഡേ വിഷ് എഴുതിയ ഒരു ഇതാണത്, ക്യാൻവാസാണത്. അപ്പോൾ അച്ഛനും മോളും ഇപ്പോൾ നല്ല ഉറക്കമാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ അവർ എണീക്കണേറ്റും മുന്നേ വേഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ ഒരു ടേബിളും ഈ ഒരു ഭാഗത്ത് ഇത് എപ്പോഴും നമ്മൾ ദിവസം എത്ര തന്നെ നമ്മൾ ക്ലീൻ ചെയ്താൽ ആ ഒരു പൊടി വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ച് തുടങ്ങാൻ. അപ്പോൾ ഈ ഡ്രസ്സിങ് ടേബിൾ ഞാൻ മോളുടെ അത്യാവശ്യമായിട്ടുള്ള ക്ലിപ്പും ഹെയർ ബാൻഡ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് മോളുടെ ഫോട്ടോ ആണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം എവിടെയോ സ്ഥലത്ത് പോയപ്പോൾ പെൻസിൽ ഒരു പെയിൻറ്റ് ചെയ്ത് തന്നതാണ്. പെയിൻറ്റ് ചെയ്ത് തന്നെ അത് ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. മോളുടെ ഒരു ഫോട്ടോ നോക്കി വരച്ചത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഫേസൊക്കെ ഒരുവിധം ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എപ്പോഴും നമ്മൾ ദിവസം തുടച്ചാൽ ആ ഒരു പൊടി ഉണ്ടാവും അതിൽ. പിന്നെ ഇതേപോലെ ഡ്രസ്സിങ് ടേബിളിൽ ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും ഫോട്ടോ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ അതേപോലെ തന്നെ ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് എടുത്തൊരു ഫാമിലി ഫോട്ടോ ആണ്. അത് ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അതൊരു ഫോട്ടോ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ എൻ്റെ പാരൻസും ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ ആ ഒരു ഫോട്ടോ എല്ലാം ഡ്രസ്സിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തുടയ്ക്കണം. ഇതുപോലെ ഈ തുടയ്ക്കുന്ന പരിപാടി, ടേബിൾ തുടയ്ക്കുന്ന പരിപാടി, ഇങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷമാണ് മറ്റേ മെയിൻ തുടയ്ക്കലും ക്ലീൻ ചെയ്യലിലേക്കും കടക്കുന്നത്. ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഐറ്റംസ് ഒന്നും ഞാനിവിടെ ഡ്രസ്സിങ് ടേബിളിൽ വെക്കാറില്ല. മോൾക്ക് അത്യാവശ്യം പിന്നെ കഴിയാറായ ഈ ക്രീമിൻ്റെ ബോട്ടിലുകളും അതൊക്കെയാണ്. കാരണം എൻ്റെ ഐറ്റംസ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ അവളതൊരു വഴിയാക്കും. അവൾ ഫുള്ള് മേക്കപ്പ് തുടങ്ങും. അപ്പോൾ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ. ഇതെല്ലാം തുടച്ച് പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു മണി പ്ലാന്റ് ഞാനിവിടെ സൈഡിൽ ഡ്രസ്സിങ് ടേബിളിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. കാരണം ആ സൈഡിൽ, ആ ടേബിളിൻ്റെ സൈഡിലുള്ള വിൻഡോന്ന് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരു സൈഡിൽ വെച്ചിട്ട് അത് കാണാൻ ചെറിയൊരു ഭംഗിയൊക്കെയാണ്. ഒരു ചെടിയൊക്കെ ടേബിളിൻ്റെ മേലെ ഇരിക്കുന്നത്. കാരണം മണി പ്ലാന്റ് വീട്ടിലുള്ളത് അതൊരു ചെറിയൊരു ഭംഗിയാണ്. അപ്പോൾ അതങ്ങനെ ഒരു വെയിൽ കിട്ടാൻ പാകത്തിന് അങ്ങനെ സൈഡിൽ വെച്ചതാണ്. പിന്നെ അതെ ടി വി സ്റ്റാൻഡ് ഒന്ന് തുടച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കണം. കാരണം ഈ ടി വി സ്റ്റാൻഡിൻ്റെ ഇവിടെയാണ് മോളുടെ കളിക്കലും
എല്ലാം നല്ലത്. അത് ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് പോലെയാണ് അവൾക്ക് ഈ ഒരു സ്ഥലം. അവളുടെ ടോയ്സ് എല്ലാം കൊണ്ടുവന്ന് വെച്ച് കളിക്കലാണ്. അപ്പോൾ അവിടെയും നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം. അതേപോലെ കളിക്കുമ്പോൾ ടി വിയുടെ മേലെ കൈ വെച്ച് അതിൻ്റെ മേലെ കൈയിൻ്റെ പാടും ഇതെല്ലാം ഉണ്ട്. പിന്നെ വേറൊരു കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ മറന്നത്, ആ ടി വി വെച്ച് എൻ്റെ ടി വി സ്റ്റാൻഡ് നേരെ മേലെ ചുമരിൽ ഇത് ഞാൻ മുന്നേ ചെയ്തൊരു പെയിൻറ്റിങ് ആണ്. നമ്മുടെ ഈ സെല്ലോ ടേപ്പ് കൊണ്ട് ടേപ്പ് വെച്ച് ഒട്ടിച്ച് ബാക്കി ആ സ്ഥലം പെയിൻറ്റ് ചെയ്തതാണ്. ഇതുപോലെ ചെറിയ ക്രാഫ്റ്റ് വർക്കും പെയിൻറ്റിങ്സൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി വേഗം ഹാളും എല്ലാം ക്ലീൻ ചെയ്ത്, കാരണം 1-ാം തീയതി ആയിട്ട് വീട് ഇത്തിരി വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ വേഗം അവർ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി ഒന്നും നടക്കില്ല. അപ്പോൾ വേഗം ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഏതായാലും ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏതായാലും മിസ്സായി. അപ്പോൾ അവർ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇനി ഡയറക്റ്റ് ലഞ്ചിലേക്ക് കടക്കാൻ വെച്ചിട്ടാണ് പ്ലാന്. അതേപോലെ ബാൽക്കണിയും ദിവസം ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം ചിലപ്പോൾ മോളൊക്കെ വൈകുന്നേരം ഇന്ന് കളിക്കാറുണ്ട് ബാൽക്കണിയിൽ. ഇതേപോലെ ഞാനവിടെ എണ്ണ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. വീട്ടിനുള്ളിൽ ഫുള്ള് AC ഒക്കെ ഉള്ള കാരണം എണ്ണ പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ ആ ഒരു വെയിലത്ത് എണ്ണ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ വെയിലത്ത് ഒന്ന് ഉരുകും. അപ്പോൾ നമുക്ക് തേക്കാനും എളുപ്പമാണ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തലയിൽ തേക്കാനുള്ള എണ്ണ ഞാൻ ഇതുപോലെ ബാൽക്കണിയിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ആ വെയിലത്ത് അതിരുന്ന് ഉരുകിക്കോളും. പിന്നെ ബാൽക്കണിയിൽ അത്യാവശ്യം കുറച്ച് ചെടികളേ ഉള്ളൂ, കുറേ ചെടികളൊന്നുമില്ല. ഒരു അത്യാവശ്യത്തിന് ഒരു തുളസി, പിന്നെ നമ്മുടെ പനിക്കൂർക്ക, പിന്നെ ഞാൻ പുതിനയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുവിധം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ 10 മണിപ്പൂ, 4 മണിപ്പൂ ഇതൊക്കെ ഉണ്ട്, അധികമൊന്നുമില്ല. അതേപോലെ ഇപ്പോൾ ബാൽക്കണിയും നന്നായിട്ട് മോപ്പ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മോളിവിടെ ഇരുന്ന് കളിക്കാറുണ്ട്. അതേപോലെ കിവിയുടെ ഇതെല്ലാം കേജൊക്കെ ഉള്ള കാരണം ഒന്ന് വാക്യൂം ചെയ്ത് മോപ്പ് ചെയ്യാറുണ്ട് ബാൽക്കണി. ഇപ്പോൾ കിച്ചനും കൂടി മോപ്പ് ചെയ്തിട്ട് ഇനി അടുത്തത് തുണി, അതും ഇടണം. തുണി ഒരു ലോഡ് തിരുമ്പാനുണ്ട്. അപ്പോൾ തിരുമ്പാനും ഇട്ടിട്ട് ഇന്നിപ്പോൾ ഏതായാലും 1-ാം തീയതി ആയ കാരണം ലഞ്ച് പുറത്തുനിന്ന് ആക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പണികളെല്ലാം വേഗം തീർത്ത് റെഡിയായിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിനും പോവാനാണ്. പിന്നെ ഈ വാഷിംഗ് മെഷീനിൻ്റെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ ആ ചുമരിൽ മോള് ഞാൻ അവിടെ കിച്ചണിൽ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് ആ ചുമരിൻ്റെ മേലെ കാല് ചവിട്ടി. അപ്പോൾ അവിടെയൊക്കെ ആകെ പാടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അത് ഞാൻ സാധാരണ ഒരു നനഞ്ഞ ടവൽ അല്ലെങ്കിൽ നമ്മുടെ വെട്ടിഷ്യൂ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ അത് പോവും. ഇതെല്ലാം തുടച്ച് ഇനി വേഗം തുണിയൊക്കെ തോരട്ട് കുളിച്ച് ഫ്രഷായി റെഡിയായിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ ഇറങ്ങാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എണീറ്റു. മോൾക്ക് ഒരു ഗ്ലാസ് പാല് മാത്രം കൊടുത്തു, കാരണം അവൾ എണീക്കുമ്പോൾ തന്നെ മണി 11 അവളും ശരി ഹസ്ബൻഡും ശരി എണീക്കുമ്പോൾ 11 മണിയായി. അപ്പോൾ പാല് മാത്രം കുളിച്ച് റെഡിയാക്കി ഞങ്ങളിതേ ഇറങ്ങി. അപ്പോൾ പോണത് ഇവിടെ ജുമേറ സൈഡിലെ ഒരു ബാർബിക്യൂ ഉണ്ട്, ഗ്രാൻഡ് ബാർബിക്യൂ എന്നും പറഞ്ഞിട്ട്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് 1-ാം തീയതി നല്ല തിരക്കും ഉണ്ടാവും. അപ്പോൾ നോക്കാം. അപ്പം ഞങ്ങളവിടെ എത്തി നോക്കുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം തിരക്കിൻ്റെ ഇടയിൽ അധികം ഇതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ഫുള്ള് ഇതേപോലെ നമ്മുടെ ഈ അബ്സല്യൂട്ട് ബാർബിക്യൂ പോലെ തന്നെയാണ് അവർ ബാർബിക്യൂ സെറ്റ് ചെയ്യും. പിന്നെ അതേപോലെ ബഫേ തന്നെയാണ്. മോൾക്ക് കൂടുതലിഷ്ടം ഫിഷാണ്. അപ്പോൾ അവൾ ഫിഷ് നന്നായിട്ട് കഴിച്ചു. ഞങ്ങൾക്കും ഈ ഗ്രില്ലെല്ലാം കഴിച്ച് ഇതോടുകൂടി തന്നെ വയറ് ഫുള്ളായി. പിന്നെ കൂടുതൽ മെയിൻ കോഴ്സിലേക്ക് ഞങ്ങൾ പോയില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യം ഞാൻ ട്രൈ ചെയ്തത്, ഇത് ഗ്രിൽ ചെയ്ത പൈനാപ്പിളും ഗ്രീൻ ആപ്പിളും ആണ്. പൈനാപ്പിൾ ഗ്രില്ല് ചെയ്തത് കഴിക്കാൻ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ആപ്പിൾ അധികം ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു വെന്ത് പോയ പോലെയായിരുന്നു. അപ്പോൾ മെയിൻ കോഴ്സിലേക്ക് ഞങ്ങൾ കടന്നില്ല, ഗ്രില്ലോട് കൂടി നിർത്തി സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഡെസേർട്ടിലേക്ക് കിടന്നു. ഇന്നിപ്പോൾ ഏതായാലും 1-ാം തീയതി മധുരം കഴിച്ചില്ലെങ്കിൽ ഒരു മോശമല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഡയറ്റ് ഒന്നും നോക്കിയില്ല, നന്നായിട്ട് ഡെസേർട്ട്സൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഉറക്കം കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഞങ്ങൾ 3 ആൾക്കും ഉറക്കം കുറച്ച് എന്താ പറയുക, ശരിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഉറങ്ങി ഇനി വൈകുന്നേരത്തെ പരിപാടി എന്താണെന്ന് നമുക്ക് പ്ലാൻ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ്. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈവനിങ് എണീറ്റപ്പോൾ പെട്ടെന്നാണ് ഡിസൈഡ് ചെയ്തത്, ശരി 1-ാം തീയതി ആയിട്ട് ഇനി അമ്പലത്തിൽ ഒന്ന് പോവാമെന്ന് വിചാരിച്ചപ്പോൾ വേഗം തന്നെ കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഞങ്ങളിപ്പോൾ ബർദുബായ് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ മണി ഒരു 6-6:30 ആവാറായി. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോവുക, ഞങ്ങൾ സാധാരണ അങ്ങനെ പോവാറുണ്ട്. ഇപ്പോൾ നല്ല തിരക്കുള്ള ദിവസം കൂടിയാണിന്ന്. ഇതിപ്പോൾ ആ അമ്പലത്തിൻ്റെ സൈഡിൽ നിറച്ചതുപോലെ കടകളൊക്കെ ഉണ്ട്, പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളും കുറേ കടകളുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലിപ്പോൾ ക്യാമറ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ പോയിട്ട് തൊഴുതിട്ട് വരാം. അപ്പോൾ മുകളിൽ പോയിട്ട് തൊഴുത് വന്ന് താഴെ ഇറങ്ങിയപ്പോഴാണ് അവർ ഈ ഒരു സ്വീറ്റ് തന്നത്. ഇതും നല്ല ടേസ്റ്റും നല്ല സ്വീറ്റാണിത്. പിന്നെ ഇവിടെ മറ്റേ സൈഡിലും ശിവൻ്റെ അവിടെയും ഞങ്ങൾ കൃഷ്ണൻ്റെ അവിടെയൊക്കെ തൊഴുത് വന്നു. അപ്പോൾ മുകളിൽ നിന്ന് അവർ പ്രസാദം തന്നതാണ് പൂരിയും പിന്നെ ചെറുപയറിൻ്റെ കറിയും. അപ്പോൾ അത് മോൾക്ക് നന്നായി ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് ഈ പൂജാ സാധനങ്ങൾ വെക്കുന്ന കടകൾ അങ്ങനെ ഫുള്ളായിട്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു തുളസിയുടെ ഒരു ചെടി അവിടുന്ന് വാങ്ങിച്ചു. അതുപോലെ ഇപ്പോൾ രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റും നല്ല തിരക്കാണ്. ഈ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ നല്ല തിരക്കായിട്ട് കാണാം. പിന്നെ അത് മോളിപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ മണി 8-8:30 കഴിഞ്ഞു. ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി വന്നതിന് ശേഷമാണ് അവിടെ തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റ് കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് അധികം വിശപ്പില്ല. അപ്പോൾ അവിടെ നിന്നൊരു ചിക്കൻ സൂപ്പ് കഴിച്ചു. പിന്നെ മോള് ആ പൂരിയൊക്കെ കഴിച്ച കാരണം അവൾക്കും വിശപ്പില്ല. അപ്പോൾ പിന്നെ മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ട അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇന്ന് 1-ാം തീയതി ആയിട്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല, കിച്ചൺ ക്ലോസാണ്. അപ്പോൾ ഫുള്ള് പുറത്തുനിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ 1-ാം തീയതി ഏതായാലും എല്ലാവർക്കും ഈ പുതുവർഷം എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാണ്.
അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു, ജനുവരി 1-ാം തീയതി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം എല്ലാം നല്ലത് മാത്രം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വൺസ് അഗെയിൻ ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ വിഷസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ അല്ലെങ്കിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കണ്ടൻ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.